വള്ളസദ്യ ജൂലൈ 19 മുതൽ. പമ്പാ തീരത്ത് ഭക്തിസാന്ദ്രമായ ഒരുക്കങ്ങൾ. ചരിത്രപ്രസിദ്ധമായ ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ വള്ളസദ്യ വഴിപാടുകൾക്ക് ജൂലൈ 19 തുടക്കമാകും. സെപ്റ്റംബർ 16 വരെ 72 നാൾ നീണ്ടു നിൽക്കുന്ന ഭാരതത്തിലെ തന്നെ ഏറ്റവും വലിയ ജനകീയ സദ്യകളിൽ ഒന്നായ ആറന്മുള വള്ളസദ്യയ്ക്കായി പമ്പാ തീരവും പള്ളിയോടക്കരകളും ഒരുങ്ങിക്കഴിഞ്ഞു. ലോകപ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി വള്ളംകളി ഓഗസ്റ്റ് 30-നും ജാതിമതഭേദമന്യേ പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന പ്രശസ്തമായ അഷ്ടമിരോഹിണി വള്ളസദ്യ സെപ്റ്റംബർ 4-നും നടക്കും. ഭഗവാന്റെ ജന്മദിനമായ അഷ്ടമിരോഹിണി നാളിൽ ക്ഷേത്രത്തിലെത്തുന്ന മുഴുവൻ ഭക്തർക്കുമായാണ് അന്ന് വള്ളസദ്യ ഒരുക്കുന്നത്. ആറന്മുള വള്ളസദ്യയുടെ തുടക്കം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തിരുവോണത്തോണി എന്ന ആചാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പണ്ട് ആറന്മുള ക്ഷേത്രത്തിലേക്ക് തിരുവോണ സദ്യയ്ക്കുള്ള വിഭവങ്ങളുമായി കാട്ടൂർ മനയിലെ ഭട്ടതിരി പമ്പാ നദിയിലൂടെ തോണിയിൽ യാത്ര തിരിക്കുമായിരുന്നു. ഒരിക്കൽ ഈ തിരുവോണത്തോണിയെ ആക്രമികൾ തടയാൻ ശ്രമിച്ചപ്പോൾ ചുറ്റുമുള്ള കരക്കാർ തങ്ങളുടെ ചുണ്ടൻ വള്ളങ്ങളിലെത്തി തോണിക്ക് കാവൽ നൽകി ആറന്മുളയിൽ സുരക്ഷിതമായി എത്തിച്ചു. ഈ സ്മരണ പുതുക്കാനും ഭഗവാന് കാവലായെത്തിയ പള്ളിയോടക്കാരെ ആദരിക്കാനുമായി കാട്ടൂർ ഭട്ടതിരി അവർക്ക് വലിയൊരു സദ്യ നൽകി. ഇതാണ് പിൽക്കാലത്ത് ആറന്മുള തിരുമുറ്റത്തെ പ്രസിദ്ധമായ വള്ളസദ്യ വഴിപാടായി മാറിയത്. വള്ളസദ്യയിൽ പങ്കെടുക്കുന്ന പള്ളിയോടക്കാരെ ഭഗവാന്റെ പ്രതിരൂപങ്ങളായാണ് സങ്കല്പിക്കുന്നത്. വഴിപാട് നടത്തുന്ന ഭക്തർ ക്ഷേത്രക്കടവിൽ വാൾക്കണ്ണാടിയും താമ്പൂലവുമായി എത്തി പള്ളിയോടങ്ങളെ വരവേൽക്കുന്നു. വഞ്ചിപ്പാട്ടിന്റെ ഇനത്തിൽ ക്ഷേത്രക്കടവിലെത്തുന്ന തുഴച്ചിൽക്കാരെ സ്വീകരിച്ച് ആചാരപൂർവ്വം ക്ഷേത്രത്തിലേക്ക് ആനയിക്കും. വള്ളസദ്യയുടെ ഏറ്റവും ആകർഷകമായ ചടങ്ങ് വഞ്ചിപ്പാട്ടിലൂടെയുള്ള വിഭവങ്ങളുടെ ആവശ്യപ്പെടലാണ്. തുഴച്ചിൽക്കാർ വഞ്ചിപ്പാട്ടിന്റെ ശീലുകളിൽ പാടിയാണ് വിഭവങ്ങൾ ചോദിക്കുന്നത്. ഊട്ടുപുരയിൽ പാടി ചോദിക്കുന്ന വിഭവങ്ങൾ ഭക്തിപൂർവ്വം അവർക്ക് ഉടൻ വിളമ്പണമെന്നാണ് ആചാരം. അഗസ്ത്യരസവും വഴുതനങ്ങ മെഴുക്കുപുരട്ടിയും അമ്പലപ്പുഴ പാൽപായസവും ഉൾപ്പെടെ 60-ലധികം വിഭവങ്ങളാണ് വള്ളസദ്യയ്ക്ക് വിളമ്പുന്നത്. പമ്പാ നദിയുടെ വിവിധ കരകളെ പ്രതിനിധീകരിക്കുന്ന 52 പള്ളിയോടങ്ങളാണ് നിലവിലുള്ളത്. കരനാഥന്മാരുടെ നേതൃത്വത്തിൽ പള്ളിയോടങ്ങൾ മിനുക്കുപണികൾ തീർത്ത് പുഴയിലിറക്കാനായി ഒരുങ്ങുകയാണിപ്പോൾ. പള്ളിയോട സേവാ സംഘത്തിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെയും നേതൃത്വത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരേ സമയം ആയിരക്കണക്കിന് ആളുകൾക്ക് സദ്യ കഴിക്കാനുള്ള പന്തലുകളുടെ നിർമ്മാണവും അന്തിമഘട്ടത്തിലാണ്. ജനശബ്ദം ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.